കഷ്ടം. നല്ല ഒന്നാന്തരം ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ ഈ ചത്തുപോയ ശേഖരേട്ടൻ, ഇല്ലേ നന്ദൻജി? ഈ ഞാനെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും എന്താ പറയാ, ഒരു സ്വന്തം മകനെ പോലെ അത്രയ്ക്കൊരു വാത്സല്യമായിരുന്നു ശേഖരേട്ടന്. ഷോ, ഓർക്കുമ്പോ എനിക്കെന്റെ രോമം ഇന്നേ തീയതി വരെ ശേഖരൻ കൊലക്കേസിൽ എന്തൊക്കെ അന്വേഷണം നടന്നു, എന്തൊക്കെ തെളിവെടുത്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇത് FIR, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഇത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. അതാകുമ്പോ നാളെ ക്യാബിനറ്റിൽ വെക്കാൻ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ പാതിരാത്രിക്ക് CM നേരിട്ട് വിളിച്ചിടത്ത് തൊള്ള കയറിയതിന് അന്നേരം മുതലിരുന്ന് കുത്തിപ്പടച്ചുണ്ടാക്കിയതിന്റെ കോപ്പിയായത്. സൂക്ഷിച്ചോളണം. സാക്ഷാൽ DGP അങ്ങനെ ഇത് വാങ്ങാൻ കൈനീട്ടിയെങ്കിലുണ്ടല്ലോ, ചെന്ന് കുഞ്ഞബ്ദുള്ളയോട് ചോദിക്കാൻ പറയുമായിരുന്നു ഞാൻ. യോ പൊന്നേ, സഭാപതി എടുത്ത് തന്നു പറഞ്ഞ് പത്രത്തിലെങ്കിലും കയറ്റി കാച്ചിക്കളയല്ലേ. എന്നെ എടുത്ത് ഉടുത്തുകളയും മേലുദ്യോഗസ്ഥന്മാര്. നന്ദൻജി, എവിഡൻസ് സൈഡിൽ വളരെ വീക്കായി കേസ്. തെളിവുകൾ തീരെ പോരാ, ഞാൻ പഠിച്ചെടുത്തോളാം. ഓഹോ, ഒരൊറ്റ സ്പാർക്ക്. എവിടെന്നേലും ഒരു തെളിവിന്റെ തുമ്പ്, ഒരു എറുമ്പിന്റെ കുഞ്ഞ് കിണ്ണാമണിയുടെ അത്രയും ഒന്നിങ്ങോട്ട് വീണ് കയ്യിലോട്ട് കിട്ടിയേച്ചാ മതി, പിടിച്ചൊരൊറ്റ കേറ്റകേറി സഭാപതി. പിന്നെ ഏത് കൊമ്പത്ത മോന്റെ മോനാണെന്ന് പറഞ്ഞാലും ശരി, കേട്ട് തകത്തിട്ടുള്ള പെരുമാറ്റമാണ് സഭാപതിക്ക്. പക്ഷെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല നന്ദൻജി. അത്രയ്ക്ക് സിൻസിയറാ ഞാൻ ഈ കേസിൽ. അത്രയ്ക്ക് മഹിമയാ എനിക്ക് ശേഖരേട്ടൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണെന്ന് ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഞാൻ. ഇടയ്ക്ക് വെച്ച് കയ്യില് തുട്ട് തീർന്നു പോയി. അപ്പൊ തോന്നി ഡാഡിയെ വന്നൊന്ന് കാണണോന്ന്. മകളാ? ഓ മോളെ, ഇത് മിസ്റ്റർ നന്ദഗോപാൽ, കേരളരശ്മി. അറിയാം, അന്ന് ഡാഡിനെ എടുത്തിട്ട് കൊടഞ്ഞ പാർട്ടി കോൺസ്റ്റബിൾസ് ഒന്ന് പറഞ്ഞായിരുന്നു. കലക്കി. ഐ ആം സോ ത്രിൽഡ് ടു സീ യു മാൻ. ഹായ്. Okay, I don't mind. എന്താ മോളെ ഡാഡി ചോദിച്ചാ തരില്ലേ? My foot. ചോദിച്ചാലുടനെ തരുന്ന ഒരു ഡാഡി, അല്ലെങ്കിൽ തന്നെ ലൈക്ക് ഹിം. എനിക്കും പോക്കറ്റ് അടിക്കുന്ന ഇഷ്ടം. And I love pickpockets. മോളെ Don't get excited, man. അല്ലെങ്കിൽ തന്നെ why should he bother? മുഴുവൻ കണ്ടവന്റെ ഒക്കെ കാശായതില് കൈക്കൂലി. Oh, shut up, man. Excuse me. Yes. എന്താ കുട്ടിയുടെ പേര്? മോണിക്ക. അയ്യോ, don't mistake me. ക്ലിന്റൺ അങ്കിളുടെ മറ്റേ കുട്ടി ഉണ്ടല്ലോ, മോണിക്ക ലെവിൻസ്കി, അവളൊന്നും അല്ല കേട്ടോ. I am just Monica David Sabapathy. എന്തായാലും കുട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തു നിൽക്കണം. Me? Yeah. Oh, but why? So please, for your sake. ഡാഡിയുടെ മോനും അല്ലടാ, പ്ലീസ് ഡാ. Okay, I don't mind. Bye, man. സർവീസ് റിവോൾവർ എടുത്ത് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ നന്ദൻജി? താനി തള്ളയുടെ ഊര അവൾക്ക്. എടോ പുല്ലേ സഭാപതി. മിസ്റ്റർ നന്ദൻ, എടോ താൻ ഇന്ന് എന്റെ സെക്രട്ടറിയെ കൊണ്ട് മിനിറ്റ് വെച്ച് ചുട്ടെടുത്ത് എനിക്ക് വിളമ്പി എന്ന് പറയപ്പെടുന്ന തന്റെ ഈ സ്റ്റുപ്പിഡ് കോൺകോക്റ്റഡ് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഇതെടുത്ത് ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിട്ട് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോളും നന്ദഗോപാലിനെ ധരിച്ചു താൻ അല്ലടോ? അതേടോ പുല്ലേ. ഈ കേസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ താൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളായി ഇതിൽ നിറയെ. ഇത് കൊല്ലപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഹരിദാസിന് ചില അധോലോക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിൽ ആരോ ഒരുക്കി വെച്ച കെണിയിൽ ശേഖരേട്ടനും അറിയാതെ ചെന്ന് പെട്ടുപോയതാവാമെന്നും ഊഹിക്കുന്ന തന്റെ റിപ്പോർട്ട്. അറ്റൻഷൻ ഹോം മിനിസ്റ്റർ ആൻഡ് കോപ്പി ടു DGP. ഇത് തന്റെ വത്സല ശിഷ്യൻ തോമസ് വാഴക്കാലി തന്നെ കേസ് അന്വേഷണം സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പത്രപ്രവർത്തക സമിതിയും നന്ദഗോപാലും മുന്നോട്ട് വെച്ച് പ്രത്യേക അന്വേഷണ ഓഫീസർ എന്ന നിർദ്ദേശം തൽക്കാലം പോലീസിന്റെ വിശ്വാസ്യത തകർക്കുമെന്നുമെല്ലാം ഇന്നലെ ഹോം സെക്രട്ടറി വിളിച്ചുകൂട്ടിയ ഹൈ ലെവൽ കോൺഫറൻസിൽ താൻ ഘോരഘോരം വാദിച്ചു എന്ന് തെളിയിക്കുന്ന മിനിറ്റ്സ്. ഇത് ശേഖരേട്ടനെ കുറിച്ച് താൻ നടത്തിയ ചില ഓഫ് ഹാൻഡ് കമന്റ്സിന്റെ പകർപ്പ്. പിന്നെ ഇതാ ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലം മുതൽ ഉറക്കമളച്ചിരുന്നുണ്ടാക്കിയെടുത്ത് മുഖ്യമന്ത്രിക്ക് ബൈ ഹാൻഡ് അയച്ചു കൊടുത്തുവെന്ന് താൻ അവകാശപ്പെടുന്ന യഥാർത്ഥ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിന്റെ ഇതിന്റെ അല്ല, ഒറിജിനലിന്റെ ഫാക്സ് കോപ്പി. എന്താ വായിച്ചു കേൾക്കണോ? ഇതിന്റെ ഉള്ളിൽ എന്താ താൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന്? അയ്യോ വേണ്ട. ബട്ട് മിസ്റ്റർ നന്ദൻ ഇതെങ്ങനെ സംഘടിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് അത്ര പെരുത്ത കായികാധ്വാനവും ബുദ്ധിവ്യായാമവും കാലവയവും ഒന്നും വേണ്ടിവരില്ല.
കൃത്യമായിട്ടൊന്ന് പ്രഷറൈസ് ചെയ്താൽ നിഷ്പ്രയാസം വഴങ്ങിത്തരുന്ന ആവശ്യം കോൺടാക്ട്സ്, ഏറിയാൽ ഒരു 1/2 ഡസൻ ടെലിഫോൺ കോൾസ്, അത്രേ വേണ്ടൂതാ ഇതിനൊക്കെ. എടോ ജബദാസ് ഡേവിഡ് സഭാപതി, ഈ കേസിൽ ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി യുവർ ഇൻട്രസ്റ്റ് ആർ. പക്ഷേ തന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായാലും ശരി, അത് ഏതവനൊക്കെ വേണ്ടിയിട്ടായാലും ശരി, ശേഖരേട്ടന്റെ മരണത്തെ സംബന്ധിക്കുന്ന സത്യങ്ങൾ വിഴുങ്ങാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഐ വിൽ മേക്ക് യു സ്പ്യൂ അപ്പ്. കഴുത്തിന് പിടിച്ച് ഛർദ്ദിപ്പിക്കും ഞാൻ തന്നെ കൊണ്ട്. ദാ ഇനിയും വെട്ടിത്തിരുത്താനും വളച്ചൊടിക്കാനും മൂടിപ്പിടിക്കാനുമാണ് തന്റെ പുറപ്പാടെങ്കിൽ വെറുതെ ചില സാധാ സ്വന്തം ലേഖകന്മാർ വിളിച്ചു പറയും പോലെ പത്രത്തിൽ എഴുതി താറടിച്ചു കളയും തന്നെ ഞാനെന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതല്ല. ഇതങ്ങ് പിടിച്ച് ഉരിഞ്ഞു കളഞ്ഞിട്ട് തെരുവിൽ കൊണ്ട് നിർത്തും തന്നെ ഞാൻ പൊതുജന മധ്യത്തില്. സൂക്ഷിച്ചോ. ഐ സ്ട്രിപ്പ് യു ത്രെഡ്ബെയർ. ഹലോ, CI ഓഫീസ് കൊച്ചി സബർ. അയ്യോ, കുറുപ്പാണ് സാർ, പരമേശ്വര കുറുപ്പ്, ASI. ഇല്ല സാർ, സർക്കിൾ അദ്ദേഹം ഇനി എത്തിയിട്ടില്ല സാർ. ഓവ, വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം സാർ. ഓവ സാർ. ഓ ഉറപ്പ് ഏതവനോടാണോ ഇത്ര ഭവ്യതയില്? അയ്യോ, ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ. എടോ, ആരാ വിളിച്ചെന്ന്? ഇദ്ദേഹം ദാ അർജന്റായിട്ട് ഈ നമ്പറിലോട്ട് തിരിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞു. ആര്? ഏതോ ഒരു SP അദ്ദേഹം, ഒരു ഫിറോസ് മുഹമ്മദ്. കറക്കട്ടോ? അവിടെ വെക്കണോ? ഇരിക്കപ്പുറത്ത് തരുന്നില്ല സാർ. ഇന്നലെയും ഇന്നുമായിട്ട് ഏതാണ്ട് ഒരു 26 തവണയെങ്കിലും വിളിച്ചു കാണും. ആ കാഞ്ഞു പോയ ശേഖരനെ കുഴിന്ന് മാന്തി എടുത്ത് ജീവൻ വെപ്പിക്കാൻ വന്നവനാ. ആ സേഫ്റ്റിയിൽ അവിടെ ഒരു പൊതി കൊടുത്തു വിട്ട് നിങ്ങൾ വന്നായിരുന്നോ? ഓവാ. എങ്കിൽ പിന്നെ അത് വേണ്ടോ ആദ്യം പറയാൻ. ഇങ്ങോട്ട് തനിക്കുള്ളത് കിട്ടിയോടോ? ആ, ഞാൻ ക്ലബിലേക്കാ. ആര് വിളിച്ചാലും പറയണ്ട ഞാൻ എവിടെ ഉണ്ടെന്ന്. കേട്ടല്ലോ? ഓ, രൂപ 1ഉം 2ഉം അല്ല, 67,000 പോയി തൊലഞ്ഞു കിടക്കുന്നത്. ഓവാ. അയ്യോ സാർ, അപ്പൊ മറ്റേ SP അദ്ദേഹം വിളിച്ചാലോ? പറയണ്ടെന്ന് പറഞ്ഞപ്പോ അയാളോട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നെ വിളിക്കാൻ പറ. ഓവാ. ഇത് പൊട്ടിയല്ലോടോ. അകത്ത് 2 കിടക്കുന്നതിന് എടുക്കട്ടോ ആ, സാർ? വേഗം എടുക്കണോ. ഓവാ. അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ 5 പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട് ചെയ്യലടോ. ഇതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ഏതെങ്കിലും ഒരു തെണ്ടിക്ക്. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ പോണോ. വെരി ഗുഡ്. ഒരല്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടെ ഒന്ന് ഉന്നം പിടിച്ചറിഞ്ഞാൽ മതിയടോ. നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്. അതങ്ങ് തുപ്പിക്കളയടോ. എടോ, ആ വായി തള്ളി കെട്ടിയിരുന്ന കോല് തുപ്പിക്കളയാൻ. സാർ, ഇദ്ദേഹം ഇങ്ങോട്ട് ഇരിക്കാം സാർ. ഞാൻ ഫിറോസ് മുഹമ്മദ്, SP. തന്നെ അന്വേഷിച്ച് പലതവണ വിളിച്ചിരുന്നൂടെ? ഐ വാസ് ഓൺ ഡ്യൂട്ടി സാർ. ഐ സി. എന്ത് ഡ്യൂട്ടി? സാർ, മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ 7ാം പ്രതി ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. പാവം ജമാല് വർമ്മിൽ അസൻകോയ, മറ്റേ മാമ. അവൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടിൽ ഒളിവിൽ ഇരിപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് DYSP വിളിച്ചു പറഞ്ഞിരുന്നു സാർ. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ഒറ്റവല വെച്ച് നോക്കി, വീണില്ല. ഇനിയിപ്പോ രണ്ടാമത് ഒന്നും കൂടി പൊത്തി നോക്കണം. വീഴുവെന്നല്ലേ? വീഴും സാർ. സാർ, എന്നാ പിന്നെ ഡ്യൂട്ടി ഉള്ളല്ലേ? ചെല്ല് സാർ. എടോ വാഴക്കാലി സാർ. കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ താൻ? ഇല്ല സാർ. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല സാർ. എന്നിട്ട് ഇന്നലെ എത്ര രൂപ വേണോ എനിക്ക് ക്ലബില് റമ്മി ടൂർണമെന്റില്? 67 അതോ 68,000? ഞാനിതെങ്ങനെ നിസ്സാരാടോ, ചുമ്മാ കറക്കി കുത്തിയാ മതി. എടോ വാഴക്കാലി, തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ ഇരിപ്പുറയ്ക്കാത്ത പോലീസേമാർക്ക് പിന്നെ 3 ഹൈഡൌട്ട്സേ ഉള്ളൂ മെയിനായിട്ട്. ഒന്നുകിൽ ജൂറിസ്ഡിക്ഷനിൽ ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ, അതല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല കിളിന്ത് പെമ്പിളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപം നടത്തുന്ന ചില പെശക ചേട്ടത്തിമാരുടെ അടുക്കള ചായ്പ്, അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ടുകളി ക്ലബ്ബ്. 3 തന്നെ തപ്പിയിട്ട എന്റെ വരവ്. എന്നിട്ടിപ്പോ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷൻ വാരിയെടുത്തോണ്ടുള്ള പോക്കാ ക്ലബിലേക്ക്, അല്ലേടോ? എന്നിട്ടിപ്പോ എത്ര കാണും പോക്കറ്റില്? ഇല്ല സാർ, ഇത് ഞാൻ ബാങ്കിൽ നിന്ന്. എടുക്കണോ?
എടുക്കാൻ. തിരിച്ചു പിടിക്കണോ? ഹരിവംശിലാൽ പന്നാലാൽ ആൻഡ് കോ, ഫൈനാൻസിയേഴ്സ് ആൻഡ് പോൺ ബ്രോക്കേഴ്സ്. ഇയാൾ ഏതാണ്ട് ഒരു പഴയ സ്മഗ്ലർ അല്ലടോ ഈ പന്നിലാൽ? അല്ല. ഏ? അതെ സാർ. ഓ, അപ്പൊ താനും വാങ്ങിച്ച് പോക്കറ്റിൽ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് പന്നലാലിന്റെ കാശല്ലേടോ? അയ്യോ സാർ. വേണ്ട വേണ്ട, എടുക്കരുതേ സാർ. അപ്പൊ വഴക്കാലി സാർ തന്നെ ഇവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണില്ല ഞാൻ സാർ. സോ കമാൻഡ് മീറ്റ് മീ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ ഓഫീസിൽ. ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച ഫസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ട് എനിക്ക്. സാർ നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ? അവധിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ APP-യോട് സാർ. ആ പിന്നെ ഒരു സ്മോൾ അഡ്വൈസ്, വെച്ച് നീട്ടുന്ന ഏത് നാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ദാ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല, അജീർണം പിടിക്കും. അജീർണം മനസ്സിലായോട്? ഓ പോട്ടെ സാർ. അതെ, ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാതെ തെറി പറഞ്ഞതും കൂടെ കൂട്ടി ഇത് 4ാമത്തെ തവണയാ താൻ എന്നെ ഈ പല്ല് ഞെരിച്ച് പേടിപ്പിക്കുന്നത്. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ നിന്റെ ഈ പത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് നോക്കിയിട്ട് ഈ ഇട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടളക്ക് ഞാൻ കേട്ടോ കൊള്ള മോനെ. അപ്പോ നാളെ കൃത്യം 10 മണിക്ക്